തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ച് 2011-ൽ DMRC സംസ്ഥാന സർക്കാരിന് സാധ്യതാ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. സമാനമായ പദ്ധതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് DMRCയുടെ വിലയിരുത്തൽ. ജനങ്ങളെ ബോധവൽക്കരിച്ച് പദ്ധതി നടപ്പാക്കണമെന്ന് CPM നേതാവ് തോമസ് ഐസക് പറഞ്ഞു. ഈ ചോയ്സുകൾ പഠിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്ത് ജനാധിപത്യ രീതിയിൽ തീരുമാനമെടുക്കും. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ട് കേരളത്തിൻ്റെ റോഡിന്മേലുള്ള ഈ കുത്തക ആശ്രിതത്വമുണ്ടല്ലോ അത് അവസാനിപ്പിച്ച് റെയിൽ വികസനം സാധ്യമാക്കി തീർക്കുക എന്നുള്ളതായിരിക്കും. പദ്ധതിക്ക് വേണ്ടി 20 മീറ്റർ വീതിയിൽ മാത്രം സ്ഥലമേറ്റെടുത്താൽ മതിയെന്ന് DMRC മുഖ്യോപദേഷ്ടാവ് E. ശ്രീധരൻ പറയുന്നു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗതയിലോടുന്ന ട്രെയിൻ 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തുന്ന വിധത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ 7500 കോടിയും സംസ്ഥാനം 15000 കോടിയും മാത്രം മുടക്കിയാൽ മതി. അവശേഷിക്കുന്ന തുക കുറഞ്ഞ പലിശ നിരക്കിൽ ജപ്പാനിൽ നിന്ന് കടമെടുക്കാൻ കഴിയുമെന്നും E. ശ്രീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.